അസ്സലാമു അലൈക്കും. പ്രിയപ്പെട്ടവരെ, പുണ്യങ്ങളേറെയുള്ള വിശുദ്ധ ബറാഅത്തിൻ്റെ രാവിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ കൂടുതലൊന്നും വലിച്ചു നീട്ടാതെ വളരെ അത്യാവശ്യമുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് സംസാരിക്കുകയാണ്. പ്രധാനമായും ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇന്നത്തെ രാവ്, ബറാഅത്തിൻ്റെ രാവ്, നമ്മൾ 3 യാസീൻ ഓതണം. ഈ 3 യാസീൻ ഓതുമ്പോൾ എന്താണ് പ്രത്യേകമായി നമ്മൾ കരുതേണ്ടത്? എപ്പോഴാണ് ഈ യാസീൻ നമ്മൾ ഓതേണ്ടത്? ഈ നിശ്ചിത സമയത്ത് ഒരാൾക്ക് യാസീൻ ഓതാൻ പറ്റിയിട്ടില്ലെങ്കിൽ അവർ എന്ത് ചെയ്യണം? ഖുർആൻ ഓതാൻ പറ്റാത്ത സമയങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരുപാട് സ്ത്രീകളൊക്കെ നമ്മുടെ കൂട്ടത്തിലുണ്ടാവും. അവർ എന്താണ് ചെയ്യേണ്ടത്? അതേപോലെ ചിലരുടെ അവസ്ഥ, അവർക്ക് ശുദ്ധിയുള്ളവർ തന്നെയാണ് അവർ, അതേ സമയത്ത് അവർക്ക് ഖുർആൻ ഓതാൻ അറിയില്ല. അങ്ങനെയുള്ളവർ എന്ത് ചെയ്യണം? ഈ വിഷയങ്ങളൊക്കെ ലളിതമായി ഇന്നത്തെ ക്ലാസ്സിലൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. മാത്രമല്ല, ഇന്നത്തെ രാവിൽ നമ്മൾ ചെയ്യേണ്ട മറ്റു പ്രധാനപ്പെട്ട കർമ്മങ്ങൾ എന്തൊക്കെയാണ്? ഏത് ദിക്റാണ് നമ്മൾ പ്രത്യേകമായി ചൊല്ലേണ്ടത്? മറ്റു എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ചെയ്യണം എന്നുള്ള വിഷയം കൂടി ലളിതമായി ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. കൂടുതലൊന്നും വലിച്ചു നീട്ടാതെ നേരെ വിഷയത്തിലേക്ക് കടക്കുകയാണ്. ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇന്നത്തെ രാവ് ദുആഇന് ഉത്തരം കിട്ടാൻ ഏറെ സാധ്യതയുള്ളൊരു രാവാണ്. അതുകൊണ്ട് നല്ല രൂപത്തിൽ ദുആഇ ചെയ്യാൻ വേണ്ടി ഇന്നത്തെ രാവ് നമ്മൾ ഉപയോഗിക്കേണ്ടതുണ്ട്. ഈ ബറാഅത്തിൻ്റെ രാവിൽ 3 യാസീൻ ഓതണമെന്ന് പറയുമ്പോൾ ഈ 3 യാസീൻ ഓതേണ്ട സമയം മഗ്‌രിബിൻ്റെയും ഇശാഇൻ്റെയും ഇടയിലുള്ള സമയമാണ്. അപ്പോൾ മഗ്‌രിബ് നമസ്കാരം കഴിഞ്ഞ് അനാവശ്യ സംസാരങ്ങളിലേക്കൊന്നും പ്രവേശിക്കാതെ നമ്മൾ യാസീൻ ഓതാൻ വേണ്ടി പ്രവേശിക്കാം. മഗ്‌രിബ് നിസ്കാരവും ശേഷമുള്ള സുന്നത്ത് നിസ്കാരമൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ യാസീൻ ഓതാൻ വേണ്ടി പ്രവേശിക്കാം. 3 യാസീൻ നമ്മൾ ഓതണം. അതിൽ ആദ്യത്തെ യാസീൻ ഓതുമ്പോൾ നമ്മൾ പ്രത്യേകമായി കരുതേണ്ടത് തൻ്റെയും കുടുംബത്തിൻ്റെയും ദീർഘായുസ്സും ആഫിയത്തുമാണ്. അതായത് നമ്മുടെയും കുടുംബത്തിൻ്റെയും ദീർഘായുസ്സും ആഫിയത്തിനും വേണ്ടിയാണ് ഒന്നാമത്തെ യാസീൻ നമ്മൾ പ്രത്യേകമായി ഓതേണ്ടത്. ഒന്നാമത്തെ യാസീൻ ഓതിക്കഴിഞ്ഞാൽ രണ്ടാമത്തെ യാസീൻ ഓതുമ്പോൾ പ്രത്യേകമായി നമ്മൾ നിയത്ത് കരുതേണ്ടത് ഭക്ഷണപാനീയങ്ങളിലെ വിശാലതയും ബർക്കത്തുമാണ്. അതായത് റിസ്ക് വിശാലമാകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ രണ്ടാമത്തെ യാസീൻ ഓതേണ്ടത്. റിസ്ക് വിശാലമാകുക എന്നതുകൊണ്ടുള്ള ഒരു ഉദ്ദേശമാണ് ഭക്ഷണ പാനീയങ്ങളിലെ വിശാലതയും ബർക്കത്തും. ഇതിനു വേണ്ടിയിട്ടാണ് രണ്ടാമത്തെ യാസീൻ നമ്മൾ ഓതേണ്ടത്. മൂന്നാമത്തെ യാസീൻ നമ്മൾ ഓതേണ്ടത് ഹുസ്നുൽ ഖാത്തിമ, അതായത് സൽമരണം. ഈമാൻ കിട്ടി നമുക്ക് മരിക്കാൻ സാധിക്കണം. അതാണല്ലോ നമ്മുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. അങ്ങനെ സൽമരണം ഉണ്ടാകാൻ, അവസാനം നന്നാകാൻ, ഈമാൻ സലാമത്തായി മരിക്കാൻ, ഈ ഒരു ഉദ്ദേശം കരുതിയിട്ടാണ് മൂന്നാമത്തെ യാസീൻ നമ്മൾ ഓതേണ്ടത്. മനസ്സിലാക്കാം. ഹുസ്നുൽ ഖാത്തിമ, ഈമാൻ കിട്ടി മരിക്കുക, ഇതൊക്കെ ഒരേ അർത്ഥം തന്നെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ അവസാനം നന്നായി മരിക്കുക എന്നുള്ള ഉദ്ദേശം കരുതിയിട്ടാണ് മൂന്നാമത്തെ യാസീൻ നമ്മൾ ഓതേണ്ടത്. ഇങ്ങനെ 3 യാസീൻ നമ്മൾ ഓതിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നേരെ സൂറത്ത് ദുഹാൻ കൂടി പാരായണം ചെയ്യാം. അങ്ങനെ സൂറത്ത് ദുഹാൻ കൂടി പാരായണം ചെയ്ത് പിന്നീട് നമ്മൾ ഇശായി നിസ്കരിച്ചതിന് ശേഷമൊക്കെ നമുക്ക് പറ്റാവുന്ന രൂപത്തിൽ ദിക്റുകളൊക്കെ അധികരിപ്പിക്കാം. പ്രത്യേകമായ ദിക്ർ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതിനു മുമ്പ് ഈ മഗ്‌രിബിൻ്റെയും ഇശായിൻ്റെയും ഇടയിലുള്ള സമയത്താണ് നമ്മൾ യാസീൻ ഓതേണ്ടതെന്ന് പറഞ്ഞു. ചിലർ അസറിന് ശേഷം ഓതുന്നുണ്ടാവും. അങ്ങനെയുള്ളവർക്ക് അങ്ങനെ ഓതാം. ഇനി ഒരാൾക്ക് അസറിന് ശേഷവും മഗ്‌രിബിന് ശേഷവും 2 സമയത്തും ഓതാൻ പറ്റുമെങ്കിൽ അത് വളരെ നല്ലതാണ്. ഇനി നമ്മുടെ കൂട്ടത്തിൽ ചിലർ, അവർക്ക് ഖുർആൻ ഓതാൻ അറിയില്ല. അവരെന്ത് ചെയ്യണം? അങ്ങനെ ഖുർആൻ ഓതാൻ അറിയാത്തവരാണെങ്കിൽ ആ യാസിൻ്റെ ഭാഗങ്ങളൊക്കെ അവർ കൃത്യമായി നോക്കിപ്പോരുകയും ചെയ്യാം. കാരണം വിശുദ്ധമായ ഖുർആൻ നോക്കുന്നതിന് തന്നെ വലിയ പുണ്യമുണ്ട്. നല്ല ആദരവോടെ ഖുർആൻ എടുത്ത് ആ യാസിൻ്റെ ഭാഗങ്ങളൊക്കെ ഇങ്ങനെ നോക്കിപ്പോരാം. ഇനി വേറൊരു വിഷയം മനസ്സിലാക്കേണ്ടത്, നമ്മുടെ കൂട്ടത്തിൽ ചില സ്ത്രീകൾ അവരെ വലിയ ശുദ്ധിയിലൂടെ കടന്നു പോകുന്നുണ്ടാവും. നമുക്കറിയാം, വലിയ ശുദ്ധിയുടെ ഘട്ടത്തിൽ ഖുർആനിൽ നിന്ന് ഒരു ഹർഫ് പോലും ഖുർആനാണെന്ന ഉദ്ദേശത്തോടെ ഉച്ചരിക്കാൻ പാടില്ല. അപ്പോൾ അവർ യാസീൻ ഓതേണ്ടതില്ല. അതേ സമയത്ത് അവർക്ക് അധികരിച്ച് ദിക്റുകളും സലാത്തുകളൊക്കെ ചൊല്ലാവുന്നതാണ്. ഇനി വേറൊരു വിഷയം, ഞാൻ പറഞ്ഞു മഗ്‌രിബിൻ്റെയും ഇശായിൻ്റെയും ഇടയിലുള്ള സമയത്താണ് ഓതേണ്ടതെന്നുള്ളത്. അങ്ങനെ ഒരാൾക്ക് തീരെ പറ്റിയിട്ടില്ല. അസറിന് ശേഷം ഓതിയിട്ടില്ല, മഗ്‌രിബിൻ്റെ ഇശായിൻ്റെ ശേഷവും മഗ്‌രിബിൻ്റെയും ഇശായിൻ്റെയും ഇടയിലായിട്ടുള്ള സമയവും ഓതിയിട്ടില്ല. അങ്ങനെയുള്ളവർ തീരെ അങ്ങനെ മാക്സിമം സമയം തന്നെ ഉപയോഗപ്പെടുത്തി ഓതണം. ഒരു കാരണവശാലും അങ്ങനെ ഓതിയിട്ടില്ല എങ്കിൽ നമ്മൾ ഇശാ ഒക്കെ കഴിഞ്ഞ് ഒരു സമയം ഉപയോഗപ്പെടുത്തിയിട്ടെങ്കിലും നമ്മൾ ഓതാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കാം. കാരണം വളരെ പ്രധാനപ്പെട്ട ഒരു രാവാണ് ഇന്നത്തെ രാവ്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം, ഇന്നത്തെ രാവ് കൂടുതലായും ദിക്റുകളും സലാത്തുകളും അധികരിപ്പിക്കാൻ കൂടി വേണ്ടി നമ്മൾ ഉപയോഗപ്പെടുത്തണം. അങ്ങനെ വരുമ്പോൾ നമുക്കിന്ന് ആത്മാർത്ഥമായി റബ്ബിനോട് തൗബ ചെയ്യാം. അതേപോലെ നമുക്ക് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ അധികമായി സ്വലാത്തുകൾ ചൊല്ലാം. അങ്ങനെ നല്ല കാര്യങ്ങൾ എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നോ അതൊക്കെ നമ്മൾ ചൊല്ലാം. ഒപ്പം നമ്മൾ ഇന്നത്തെ രാവിൽ ചൊല്ലേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു ദിക്റാണ്
യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസു. ഈ ദിക്ർ കൂടി നമ്മൾ അധികമായി ചൊല്ലാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കാം. അള്ളാഹു ഏതായാലും നല്ല രൂപത്തിൽ ഇബാദത്തുകൾ ചെയ്യുവാനും ഈ ബറാഅത്ത് രാവും തുടർന്നുള്ള ദിനങ്ങളും നല്ല രൂപത്തിൽ കൊണ്ടാടാനും നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. ബറാഅത്ത് നോമ്പുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അടുത്ത വീഡിയോയിൽ നമുക്ക് ചർച്ച ചെയ്യാം. എല്ലാവരും അടുത്ത വീഡിയോ കൂടി കാണുക. ഇന്ന് രാത്രി ആ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ്. വേറൊരു വിഷയം നിങ്ങളോട് പ്രത്യേകം പറയാൻ ആഗ്രഹിക്കുന്നത്, നമ്മൾ വളരെ ലളിതമായി ഇസ്ലാമിക വിഷയങ്ങളൊക്കെ പഠിപ്പിച്ചു കൊടുക്കുന്ന രൂപത്തിൽ നാഫി അക്കാഡമിയുടെ ഭാഗമായിട്ട് ഹിക്മ കോഴ്സ്, അത് വളരെ പ്രൊഫഷണലായിട്ട് വിത്ത് ക്ലാസ് നോട്ട്സ് അടക്കം പഠിപ്പിച്ചു കൊടുക്കുന്ന രൂപത്തിൽ ഹിക്മ കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ അതിലേക്ക് ജോയിൻ ചെയ്യുക. ഇന്നത്തെ രാവ് എൻക്വയറി നടത്താൻ പ്രയാസമുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് നിങ്ങൾ വാട്സപ്പ് ഗ്രൂപ്പിലോ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിലോ ജോയിൻ ചെയ്ത് നിങ്ങൾ നിലകൊള്ളുക. ഇന്ന് നാളെ മുതൽ നിങ്ങൾക്ക് എൻക്വയറി നടത്താം. നമ്മുടെ അക്കാഡമിയിലേക്ക് അഡ്മിഷൻ എടുക്കാവുന്നതാണ്. ഇന്ന് രാത്രി പറ്റുന്നവർക്ക് ഇന്ന് രാത്രിയും എൻക്വയറി നടത്താവുന്നതാണ്. റബ്ബായ അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങളൊക്കെ നല്ല രൂപത്തിൽ പറയാനും കേൾക്കാനും ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. എല്ലാവരോടും ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും.